മൂൺ ഗോഡസ് എന്ന ഓൺലൈൻ ബൊട്ടീകിന്റെ മറവിൽ നടക്കുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും. അവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ധൈര്യപൂർവ്വം ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക്. മൂൺ ഗോഡസ്, നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഈ ഒരു ബൊട്ടീക്ക് പറ്റി കേട്ടിട്ടുണ്ടാവുമായിരിക്കും. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 2017 18 എങ്ങാണ്ട് തുടങ്ങിയതാണ്. 20 തൊട്ട് ഇവർ നല്ല ആക്റ്റീവാണ്. അതുകൂടാതെ ഒരുപാട് ആളുകളെ നല്ല വൃത്തിക്ക് പറ്റിച്ചിട്ടുമുണ്ട്. ഒരു വർഷം മുമ്പ് ഒരു വ്യക്തി ഒരു പരാതിയുമായി ചെന്നിട്ടുണ്ടായിരുന്നു. ആ പരാതിക്ക് തീർപ്പ് വന്നു. മനസ്സിലായില്ലേ? കൺസ്യൂമർ കോർട്ടിൽ നിന്ന് 850 രൂപ എന്തോ ആണ് അടച്ചത് ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട്. ഡ്രസ്സും ഇല്ല, പൈസ ഇല്ല തിരിച്ച്. അവർ കേസ് കൊടുത്തു. 10,000 രൂപ ഇപ്പം തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. വിധി വന്നു. 10,000 മാത്രമല്ലേ അനിത ചേച്ചി നിങ്ങൾക്ക് പോകാൻ പോകുന്നത്. ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഈ സ്ഥാപനത്തിനെതിരെ കംപ്ലൈൻറ്റുമായിട്ട് ഇനി അങ്ങോട്ട് ചെല്ലും. അല്ല, അത് മനസ്സിലായത് കൊണ്ടാണല്ലോ വൃത്തിക്കൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അതിലേക്കൊക്കെ പോവാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഈ മൂൺ ഗോഡസ് പോലുള്ള ഒരുപാട് ഓൺലൈൻ ബൊട്ടീക്കുകൾ, അല്ലെങ്കിൽ ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ ഷോപ്പുകൾ ഇടുന്ന ഒരുപാട് ബൊട്ടീക്കുകൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. അതിലെ ഒരെണ്ണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ്. എനിക്ക് ഈ അടുത്തായിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അവിടുന്ന് തന്നെ വേണം ഈ ഒരു വിഷയം തുടങ്ങാൻ. കാരണം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ ഓൺലൈൻ ബൊട്ടീക്കുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ, ഡ്രസ്സുകൾ ഒക്കെ, പ്രത്യേകിച്ച് കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻസ്, ഇതിനൊക്കെ എടുക്കുന്നവരായിരിക്കുമല്ലോ. സോ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബൊട്ടീക്കിൽ ഏകദേശം 5,000 രൂപയുടെ ഒരു കച്ചവടം കഴിഞ്ഞ ദിവസം നടന്നു. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥ അവളല്ല ഈ സാധനം അയച്ചു കൊടുക്കേണ്ടിയിരുന്നത്. ആ സ്ഥാപനത്തിൽ ജോലിക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർ പ്രോപ്പർ ടൈമിൽ ഈ സാധനം അയച്ചു കൊടുത്തില്ല. മനസ്സിലായോ? അയച്ചു കൊടുത്തില്ല. കസ്റ്റമർ വിളിച്ചു, അവളെ വിളിച്ച് നല്ല ഫയർ ചെയ്തു. ഇനി വേണ്ട സാധനം, ഇനി ഞങ്ങൾക്ക് വേണ്ട. പൈസ കൊടുത്തിട്ടില്ലായിരുന്നു. പൈസ എന്തായാലും വേണ്ട, പക്ഷെ സാധനവും ഞങ്ങൾക്ക്, പൈസ ഞങ്ങൾ തരത്തില്ല, പക്ഷെ അതേപോലെ സാധനവും വേണ്ട എന്ന് പറഞ്ഞു. അവൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതാർക്കാണോ അവൾ ആ പ്രൊഡക്റ്റ് വിറ്റത് അവരുടെ സൈസിനാണ് കറക്റ്റ് ഈ സാധനമൊക്കെ സ്റ്റിച്ച് ചെയ്തെല്ലാം റെഡിയാക്കിയത്. മനസ്സിലായോ? പക്ഷേ ആ സാധനം കസ്റ്റമർ അവസാനം ഡിലേ ആയതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് നഷ്ടം വന്നു 5,000 രൂപ. അവൾ എന്നെ വിളിച്ചിങ്ങനെ, ഞങ്ങൾ നോർമൽ കാഷ്വൽ ഒരു ടോക്കിൽ ഇതിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും നിനക്ക് നഷ്ടമാണ്. ഈ സാധനം നീ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് അറിയാമെങ്കിൽ അവർക്ക് അയച്ചും കൊടുത്തേക്ക്, വെറുതെ കൊടുത്തേക്ക്. കാരണം നിങ്ങളുടെ, അതായത് നിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മിസ്റ്റേക്കാണ്. നീയും അത് പ്രോപ്പറായിട്ട് അവൾ പറയുന്നത്, എടാ ഞാൻ ഇവരെ ഏൽപ്പിച്ചത്, അവർ കറക്റ്റ് ടൈമിൽ അയച്ചില്ല. ഓക്കെ, വേണ്ട, നിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ തെറ്റല്ലേ. ഒരു കാര്യം ചെയ്യും, നീ അവരുടെ സാലറി നൽകി പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അത് പറ്റത്തില്ലടാ, അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ്. ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ വേണ്ട, പക്ഷേ സാധനം അവർക്ക് അയച്ചു കൊടുത്തേക്കും. നിനക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഈ സാധനം അയച്ചു കൊടുക്കാൻ അവരെ വിളിച്ച് ഞങ്ങളത് അയച്ചു തരികയാണ്, പൈസയൊന്നും വേണ്ട, ഒരു ടോക്കൺ ഓഫ് അപ്പോളജി എന്നുള്ള രീതിയിൽ സംസാരിക്കുകയല്ല, ഇവൾ ഒരു ലെറ്റർ എഴുതി അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു. അവർക്ക് ഈ സാധനം കിട്ടിയപ്പോൾ അവർ തിരിച്ചു വിളിച്ചു. ഇവിടെയാണ് കസ്റ്റമർ ഡീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത്. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മോളെ പൈസ ഞങ്ങൾ ഇട്ടേക്കാം, ഞങ്ങൾക്കിത് ഫ്രീ ആയിട്ട് വേണ്ട. അവൾ പറഞ്ഞു, എനിക്ക് വേണ്ട സർ, മാഡം എനിക്ക് വേണ്ട മാഡം, ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു, ഇന്ന് തരേണ്ട സാധനമാണ്, 2 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്, അതുകൊണ്ട് പൈസ വേണ്ട. പക്ഷേ അവർ പറഞ്ഞു, ആ മാഡം പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പൈസ കൊടുക്കണം, അല്ലാതെ അങ്ങനെ ഒരു സാധനം ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൾ എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് സാധനം അയച്ചു കൊടുത്തത്, മണി എന്ന് പറയുന്ന ഒരു സാധനം. കാരണം അവളുടെ സ്ഥാപനത്തിലെ ജോലി ചെയ്യുന്നവരുടെ ആണെങ്കിൽ പോലും ഒരു മിസ്റ്റേക്കാണ്. അവളുടെ മിസ്റ്റേക്ക് അല്ല, അവളെല്ലാം കറക്റ്റായിട്ട് ഏൽപ്പിച്ചതായിരുന്നു, പക്ഷേ പോയില്ല സാധനം. ആ സ്ഥാപനത്തിൻ്റെ മിസ്റ്റേക്ക് അല്ലേ. സോ പൈസ മേടിക്കാൻ പാടില്ല. അതൊരു അപ്പോളജി പോലെ ഒരു ലെറ്ററും വെച്ച് സാധനം അയച്ചു. പക്ഷേ കസ്റ്റമർ, അവർ മാന്യതയുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഫ്രീ ആയിട്ട് എടുക്കത്തില്ല, തിരിച്ച് പൈസ കൊടുക്കും. അവരാ പൈസ കൊടുത്തു. വിശ്വസ്തത എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടായി. ഇതാണ് മിക്ക ഓൺലൈൻ ബൊട്ടീക്കുകളും, അല്ലെങ്കിൽ വോട്ടെവർ ഓൺലൈൻ വഴി കച്ചവടം നടത്തുന്ന ആരാണെങ്കിലും ഈ ഒരു കസ്റ്റമർ, ഒരു ബോണ്ടിങ്, ഒരു റിലേഷൻ അത് കീപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ എന്താണെങ്കിലും കസ്റ്റമർ, അവൾ പറഞ്ഞ കാര്യങ്ങളും അവർ കേട്ടു, ഇതേപോലെ ഏൽപ്പിച്ചതായിരുന്നു, അവർക്ക് തെറ്റുപറ്റി, 2 ദിവസം ഡിലേ ആയി. 2 ദിവസം നിങ്ങൾ ആലോചിക്കണം. ഈ അനിത ചേച്ചിയുടെ മൂൺ ഗോഡസ് എന്നൊക്കെ പറയുന്ന വർഷങ്ങൾ, ഒരു വർഷമൊക്കെ ഡിലേ ആയിട്ടൊക്കെ ആ സാധനം കിട്ടുന്നതെന്നൊക്കെ ആളുകൾ പറയുന്നു. വോട്ടെവർ, ലീവ് ഇറ്റ്. ഞാൻ ഈ ഒരു സ്ഥാപനം ആ സ്ഥാപനം കൂടെ കമ്പയർ ചെയ്തതല്ല.
തെറ്റ് തന്നെയാണ്. ഒരു ദിവസമാണെങ്കിലും 2 ദിവസമാണെങ്കിലും കസ്റ്റമറിന് കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റിന് കൊടുത്തില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പിടികിട്ടിയില്ലേ? പക്ഷേ കസ്റ്റമറുമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട്, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവിടെ. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഒരു വിശ്വസ്തത വന്നു കഴിഞ്ഞാൽ 4 കസ്റ്റമർ വരും, വീണ്ടും ആ സ്ഥാപനത്തിലേക്ക് വരും. ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആളുകൾ എന്തുകൊണ്ട് വീണ്ടും ഒരുപാട് കമൻറ്റ് ബോക്സുകൾ ഞാൻ നോക്കി, എന്തുകൊണ്ട് ഇവർക്കെതിരെ ഇത്രയും പരാതികൾ വന്നിട്ടും പിന്നെ ആളുകൾ അവിടെ ചെല്ലുന്നു എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. അത് ഞാൻ തിരക്കി അതിൻ്റെ പുറകെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവരുടെ റേറ്റ് ഇവർ വളരെ വില കുറച്ചാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. സാധനവും അത്യാവശ്യം യുണീക്കാണ്, യുണീക്ക് പീസസ് ആണ്, അതുകൊണ്ടാണ് ആളുകൾ ചെല്ലുന്നത്. പക്ഷെ അത് മുതലെടുക്കുകയാണ് ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥ അനിത ചേച്ചി. അനിത ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അത് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഹായ് ടിയേഴ്സ്. അപ്പം ഇന്ന് മൂൺ ഗോഡസിനെ കുറിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നൊരു സമയമാണ്, അപ്പം നിങ്ങളോട് സംസാരിച്ചിട്ട് കുറേ നാളായി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന്. അപ്പം മൂൺ ഗോഡസ് സ്റ്റാർട്ട് ചെയ്തതേ 2017 ലാസ്റ്റ് 2018 കാലഘട്ടങ്ങളിലാണ്. മൂൺ ഗോഡസിനെ എല്ലാവരും അറിയുന്നത് 2020 കോവിഡിൻ്റെ സമയത്താണ്. അപ്പം അത് മുതൽ ഇന്നേ വരെ മൂൺ ഗോഡസിനെ സ്നേഹിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒത്തിരി നന്ദി. മൂൺ ഗോഡസ് ഒരിക്കലും ഏറ്റവും വലിയ ബ്രാൻഡാകാനൊന്നും ശ്രമിച്ചിട്ടില്ല. ആ സമയത്ത് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏറ്റവും റേറ്റ് കുറവിൽ ഏറ്റവും നല്ല ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്. അതെങ്ങനെയാ ചേച്ചി, എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ. ഏറ്റവും വില കുറഞ്ഞ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഡ്രസ്സ് അതെങ്ങനെ പറ്റും? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ക്വാളിറ്റി കൂടുന്ന അനുസരിച്ച് വില എന്തായാലും കൂടും. കാരണം റോ മെറ്റീരിയൽസ് എടുക്കണ്ടേ, അതിനൊക്കെ പൈസ തന്നെ കൊടുക്കണ്ടേ, പൈസ വേണ്ടേ? അതോ നിങ്ങൾ നാട്ടുകാരെ ഉദ്ധരിക്കാൻ വേണ്ടി ആരെങ്കിലും ഇവിടെ കച്ചവടം നടത്താറുണ്ടോ? എനിക്കറിയില്ല. പറയാം, വേണമെങ്കിൽ നമുക്ക് ഡയലോഗ് അടിക്കാം ഈ പ്രൊമോഷൻ്റെയൊക്കെ ഭാഗമായിട്ട്. പക്ഷേ നാട്ടുകാരെ ഉദ്ധരിക്കാൻ വേണ്ടി ആരെങ്കിലും ഈ നാട്ടിലെ നല്ല ഏത് നാട്ടിലും ആയിക്കോട്ടെ കച്ചവടം നടത്തുന്നതായിട്ട് നിങ്ങൾക്കറിയാമോ? എനിക്കറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഈ വില കുറച്ച് കൊടുക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവരുടെ സാധനങ്ങൾ, ഇവരിൽ നിന്ന് ഡ്രസ്സുകൾ മേടിക്കുന്ന ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാതെ. ഞാൻ പറഞ്ഞത് വെച്ചാൽ അത്യാവശ്യം യുണീക്കായിട്ടുള്ള സാധനങ്ങളാണെന്ന് കേട്ടു. ഈ ക്വാളിറ്റി അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടോ? ഐ ഡോണ്ട് നോ. അങ്ങനെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കൂട്ടിയല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും കാര്യങ്ങൾ? ബാക്കി കേൾക്കാം. അതിന് തക്കതായ കാരണങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ തീരുമാനത്തിന് ഒത്തിരി പേര് നമ്മൾ സ്നേഹത്തോടെ കൂടെ കൂട്ടി ഒത്തിരി പേര് വിമർശിച്ചു. ആ വിമർശിച്ചതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു, കുറേയൊക്കെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തതുണ്ടായിരുന്നു. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടില്ല എന്നാ വിടുക, അത് മൈൻഡാക്കാൻ പോകാറില്ല. പക്ഷേ അതൊക്കെ മൈൻഡാക്കണമായിരുന്നെന്നും എല്ലാത്തിൻ്റെയും പിന്നാലെ പോയി അതിന് മറുപടി കൊടുക്കണമെന്നുള്ളതും ഞാൻ അത്രയ്ക്ക് അതിനന്ന് എടുത്തില്ല. പിന്നെ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു സംസാരത്തിൻ്റെ ഇടയിൽ കേട്ട കാര്യമാണ്. അതായത് ഒരു ഇൻഫ്ലുവൻസറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ വൈറൽ ആവാനായിട്ട് മൂൺ ഗോഡസിൽ നിന്നൊരു ഡ്രസ്സ് വാങ്ങി അതിൻ്റെ വീഡിയോ ചെയ്താൽ മതി, വെറുതെ ഒരു വീഡിയോ ചെയ്താൽ മതി. അത് പൊന്നാര ചേച്ചി, അനിത ചേച്ചി, ഞാൻ നിങ്ങളുടെ ഡ്രസ്സ് മേടിച്ചിട്ടുമില്ല. നിങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇവരുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടില്ല. പല ബൊട്ടീക്കുകളുടെയും പല ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂൺ ഗോഡസ് എന്ന് പറയുന്ന ഇവരെ പറ്റി ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എനിക്ക് ഓർമ്മയൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് വല്ലതും ആയിരിക്കണം, 1.5 വർഷങ്ങൾക്ക് മുമ്പ് വല്ലതും ആയിരിക്കും. എന്തായാലും ഇപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇവരെ പറ്റി അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ സാധനം മേടിച്ചിട്ട് 1 വർഷം കഴിഞ്ഞൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടെന്ന് ആൾക്കാർ പറയുന്നത്, അങ്ങനെ കിട്ടാറുള്ളെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നാളെ ഇൻഫ്ലുവൻസറായി നല്ല പേരെടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവർ നിങ്ങളുടെ നിന്ന് ഡ്രസ്സ് എടുത്താൽ എങ്ങനെയാണ് ചേച്ചി? എങ്ങനെയാ? ഇവരുടെ നിന്ന് ഡ്രസ്സ് എടുക്കുന്ന ആളുകളൊന്ന് പറ കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഇങ്ങനെ ഭയങ്കര ലേറ്റ് ആണോ കിട്ടുന്നത്, അതോ എപ്പോഴെങ്കിലും ഒക്കെ നേരത്തെ കാലത്തെ കിട്ടുമോ എന്നൊക്കെ? കാരണം ഭൂരിഭാഗം നമ്മൾ നെഗറ്റീവ് അല്ലേ കേൾക്കുള്ളൂ. ഭൂരിഭാഗം ആളുകളും ഈ ഒരു കാര്യം പറയുന്നുണ്ട്, ഭയങ്കര ഡിലേ ആയിട്ടാണ് കിട്ടുന്നത്. നല്ല ഡിലേ ആണ്, പക്ഷേ യൂണീക്ക് പീസസ് ആണ് എന്നൊരു സാധനവും കേട്ടു. അതും കൂടെ പറയണമല്ലോ, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. യൂണീക്ക് പീസസ് ആണ് ഇവരുടെ എന്നൊരു സാധനം കേട്ടു. ക്വാളിറ്റി ഇത്ര റേറ്റ് കുറഞ്ഞാൽ അത് എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പറയണം, മേടിക്കുന്നവർ പറയണം. നമുക്ക് മേടിച്ചു കൊടുക്കാനോ ഒന്നും ആരും ഇല്ലാത്തതുകൊണ്ട് മേടിക്കാൻ പോണില്ല.
ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, മുൻഗോഡസിൻ്റെ പേര് എന്ന് പറയുന്നത് ആളുകൾ ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത്. പിന്നെ ഇപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ഒരു സമയത്ത്, ഇപ്പോൾ 2024 സമയത്ത് എൻ്റെ മകന് വന്ന ഒരു പ്രശ്നം, അതായത് ഹെഡ് ഇഞ്ചുറി, അതുപോലെ 2024 ലാസ്റ്റിൽ എൻ്റെ അമ്മയ്ക്ക് വൈകായിക വന്നതും 2025 അവരുടെ മരണവും, ഈ 2 കാലം എൻ്റെ ശ്രദ്ധ ഒന്ന് മാറ്റിയപ്പോൾ എന്താ പറയുക, നമ്മുടെ സിസ്റ്റത്തിൽ, മാനേജ്മെൻറ്റിൽ ഒത്തിരി വീഴ്ചകൾ സംഭവിച്ചു. നമ്മുടെ ഫാക്ടറിയിലൊരു പ്രോബ്ലം സംഭവിച്ചു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടത് കസ്റ്റമേഴ്സാണ്. ഒടുവിൽ കുറ്റസമ്മതമാണോ ഈ വീഡിയോ? ഞാനിത് കണ്ടില്ല. ഒടുവിൽ കുറ്റസമ്മതമാണോ നടത്തുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിട്ടുള്ളത്. അവിടെ എവിടെയൊക്കെ ആയിട്ട് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. നിങ്ങൾ മറ്റേ കമന്റ് വന്നിടുന്നവരെയും സാധനം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവരെയൊക്കെ കൊണ്ട് ഫയറായിട്ട് ഒന്ന് കത്തിച്ചു കളയുമല്ലായിരുന്നോ? അല്ല, അതൊക്കെ എന്തിനായിരുന്നു? ചുമ്മാ കുറെ നെഗറ്റീവ് അടിക്കാൻ വേണ്ടി കുറെ പേര് വരുന്നതാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ എന്നിട്ട് കുറ്റസമ്മതം നടത്തുക? അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. അതായത് അതിൽ മുൻകൂട്ടി തുടങ്ങുമ്പോൾ എൻ്റെ വിഷൻ എന്തായിരുന്നോ, അതായത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സ് കസ്റ്റമറിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. വില കൂട്ടി വെച്ചിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതും, അതുപോലെ തന്നെ വില കൂട്ടി ഒരു 600-700% ഒക്കെ ലാഭം വിട്ട് വെക്കുന്നതും സത്യം പറഞ്ഞാൽ ഈസിയാണ്. ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് പോയാൽ മതി. പക്ഷേ എന്താ പറയുക, അത്രയും റേറ്റ് കുറവില്ല, അത്രയും റിസ്ക് എടുത്ത് അത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കേട്ടിട്ടും ഇത്രയും വിലക്കുറവിന് കൊടുക്കുന്നതുകൊണ്ട് ഇത്രയും ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചേക്കണം. അങ്ങനെയാണോ? വിലക്കുറവിന് കൊടുക്കുന്നതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാവുക? ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എനിക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഈ ഇവരുടെയൊക്കെ. അല്ല ചേച്ചി, എൻ്റെ സംശയം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത്രയ്ക്കും ഓർഡേഴ്സ് ഉണ്ടോ? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓർഡേഴ്സ് ആണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ എടുക്കണ്ടേ? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, ഞാൻ അതിൻ്റെ ഒന്നും ബൊട്ടീക്കിൻ്റെ പോലും പേര് പറയുന്നില്ല. ഇനി അതുമെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രൊമോഷൻ കൊടുക്കുന്നതാണ് കൈപ്പോവും. സോ ഐ എം നോട്ട് സെയിങ് ദാറ്റ്. പക്ഷേ ഒരു സംശയം എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഞെട്ടിപ്പോയതാണ്. അവളുടെ ഷോപ്പിൽ ഒരു സാരിയുടെ റേറ്റ് ഇറ്റ് വിൽ ബി ലൈക്ക് 2000, മനസ്സിലായോ? 2500 ആ റേഞ്ചിൽ വരും. അപ്പം ഞാൻ ആലോചിച്ചത്, ഇത്രയൊക്കെ പൈസ കൊടുത്ത് സാരിയൊക്കെ മേടിക്കാൻ പിന്നെ ആകുമല്ലോ. ഈ എനിക്കറിയില്ല സാരിയെ പറ്റിയിട്ട്, കാഞ്ചീപുരം അങ്ങനെ കുറേ എന്തൊക്കെയോ പരിപാടികളുണ്ടല്ലോ. അപ്പം അതിനനുസരിച്ച് വില കൂടുന്നത് ഓക്കെ, മനസ്സിലാക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് ചില ബൊട്ടികളിലൊക്കെ റേറ്റ് വരുന്നത്. ഓക്കെ, അത്യാവശ്യം ക്വാളിറ്റി പിടിക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ യുണീക്ക് പീസസുമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, എന്നാൽ റേറ്റ് ഇത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സംശയം ആർക്കാണെങ്കിലും തോന്നത്തില്ലേ? ഹൗ ദേ ആർ ഡൂയിങ് ദാറ്റ്? അതെങ്ങനെ പറ്റും? ഈ ഒരു ഫീൽഡ് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും പറയാനും ഒക്കെ കാണും. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നല്ല പരിപാടിയാണെങ്കിൽ നമുക്ക് തുടങ്ങാമല്ലോ. ബാക്കി കേട്ടിട്ട് നിനക്കൊന്ന് നന്നായിക്കൂടെ, വിലയിട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഞാൻ എന്ത് വിഷന്റെ പേരിലാണോ അത് തുടങ്ങിയത്, അത് മാറ്റാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഞങ്ങളുടെ സിസ്റ്റം, മാനേജ്മെൻറ്റ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വരികയാണ്. തെറ്റ് എവിടെയാണോ സംഭവിച്ചത് അവിടെ നിന്ന് അത് തിരുത്തിക്കൊണ്ട് വരികയാണ്, ഓരോ ദിവസം കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട്. ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഇപ്പോൾ മുൻകോടതിൽ ഭയങ്കര സംഭവമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാത്തതെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ്സ് ആണ് സൈഡിലൂടെ മുഴുവൻ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇത്രയും വേഗം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ച ഓരോ കസ്റ്റമറിനും നന്ദി, വിമർശിച്ചവർക്കും നന്ദി. ഓക്കെ, വിമർശിച്ചവർക്കും ഒക്കെ നന്ദി പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം, ഒരു ചെറിയ സംശയം. അല്ല, ഈ മാനേജ്മെൻറ്റിൽ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സമയത്ത് എന്തിന് നാട്ടുകാരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് സാധനം ഡെലിവറി ചെയ്യാൻ നിൽക്കുന്നു? എന്തിനു നിൽക്കുന്നു? പൈസ മേടിക്കരുത്. ഡെലിവറി ചെയ്യാൻ താമസമാവുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പൈസ മേടിക്കാൻ നിൽക്കരുതെന്നേ. അല്ല, അതല്ലേ ചെയ്യേണ്ടത്? അതല്ലേ മാന്യമായിട്ടുള്ള രീതി? നിങ്ങൾ അടച്ചിടുക കുറച്ച് നാളത്തേക്ക്, ഒരു 1-2 മാസത്തേക്ക്. എന്നിട്ട് നിങ്ങളുടെ മാനേജ്മെൻറ്റ് ബാക്കി എന്തൊക്കെയാണോ പ്രശ്നം അതൊക്കെ അങ്ങോട്ട് സോൾവ് ചെയ്ത് തീർക്കുക. എന്നിട്ട് വീണ്ടും ആളുകളിലേക്ക് സാധനം എത്തിക്കുക. അതല്ലാതെ നാട്ടുകാരുടെ പൈസ മേടിച്ച് കൈ വെച്ചിട്ട് സാധനം അയക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിനെ പിന്നിരുന്ന് ന്യായീകരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം
വിമർശനങ്ങൾ ഇല്ലെങ്കിൽ ഒരിക്കലും എന്താ പറയുക നമുക്ക് ഒന്നും മെച്ചപ്പെടുത്താനായിട്ട് പറ്റില്ല. പക്ഷേ വൈറലാവാൻ വേണ്ടി ചെയ്ത വിമർശനങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ മൂൺ ഗോഡസിന്റെ യാത്ര എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേറ്റ് കുറവിന് ഒരു സാധനം കൊടുക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പം ഡെയിലി നമ്മുടെ അവിടുത്തെ നിന്ന് ഒരു 1000-2000 പ്രൊഡക്ട്സ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് എന്താ പ്രൊഡക്ട്സ് കിട്ടിയതെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാട്ടെ എന്നൊക്കെ. ഇത് മൂൺ ഗോഡസിന്റെ എല്ലാ തെറ്റുകളും തിരുത്തി ഏറ്റവും സൂപ്പറായിട്ട് തന്നെ വിലയൊന്നും കൂട്ടാണ്ട്. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും അയ്യോ മൂൺ ഗോഡസ് എന്താ ഇപ്പോൾ വേറെ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ ഇടാത്തത് എന്ന്. ഇടാത്ത വേറൊന്നും കൊണ്ടല്ല, പെയിൻറ്റിങ്സ് അങ്ങനെ വേഗം ഒന്ന് തീർന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഇതാക്കുന്നത്. കാരണം മൂൺ ഗോഡസ് ഗുജറാത്തിൽ വേറെ ഓഫീസും ഫാക്ടറിയും തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് ഇതിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വില കുറച്ച് തരാൻ പറ്റിയ അത്രയും നല്ലതെന്ന് ഞാൻ വിചാരിക്കണേ. അതും എല്ലാവരുടെ കയ്യിലെത്തുന്നേക്കാളും മുന്നേ ഏറ്റവും ഫാസ്റ്റായിട്ട് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അതായത് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് വരുന്നത് 2024-2025 സമയമാണ്. അപ്പം എൻ്റെ മോൻ്റെ ഹെഡ് ഇഞ്ചുറി വന്ന സമയത്തും എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായ 2 സമയത്തും എനിക്ക് കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ മാറി നിൽക്കേണ്ടി വന്ന സമയങ്ങളിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കുറേ മിസ്റ്റേക്കുകൾ. അപ്പം അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിനെ വേഗം ശരിയാക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഉത്തരവാദിത്തം പൂർണ്ണമായി ഞാൻ ഏറ്റെടുക്കുന്നു. ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ കൂടെ മൂൺ ഗോഡസ് എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ മൂൺ ഗോഡസിനെ ഓർക്കുക കേട്ടോ. താങ്ക് യു. ഞാനും പ്രാർത്ഥിക്കാം ചേച്ചി, ഞാനും പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ. ചെറിയ ബൊട്ടീക്കുകളൊക്കെ ആണെങ്കിൽ ഈ 2 ദിവസം ഡിലേ അല്ലെങ്കിൽ 4 ദിവസം ഡിലേ മനസ്സിലാക്കാം, കാരണം അധികം സ്റ്റാഫൊന്നും കാണത്തില്ല. പക്ഷെ ചേച്ചി പറയുന്നത് വെച്ച് ഒരു ദിവസം 1000-2000 പൊക്കോണ്ടിരിക്കുന്ന സ്ഥലം അത് ചെറുതല്ല. അത് ഇറ്റ്സ് എ ബിഗ് ബിസിനസ്, ചെറുതല്ല. അത് വലിയൊരു പരിപാടിയാണല്ലോ. ഒരുപാട് ആളുകൾ കാണത്തില്ലേ, ഒരുപാട്. പിന്നെ അതാ ഇപ്പോൾ ഗുജറാത്തിൽ തുറക്കാൻ പോകുന്നു. അപ്പോൾ വലിയ പരിപാടിയാണ് അല്ലേ? അല്ല, എനിക്കിതിനെപ്പറ്റി അങ്ങനെ വലിയതായിട്ടൊന്നും ഞാൻ അന്വേഷിച്ച് അങ്ങോട്ട് ഇവരുടെ സ്വത്തുക്കൾ എത്ര, ഇവർക്ക് എത്ര കാറുകൾ, അതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല, ക്ഷമിക്കുക. പക്ഷെ അവർ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. 2000 ഒക്കെയാണ് ഒരു ദിവസം പോകുന്നതെങ്കിൽ അത് ചെറിയ ബിസിനസ് അല്ല, ഇറ്റ്സ് എ ബിഗ് ബിസിനസ്. സോ അങ്ങനെ വലിയൊരു കച്ചവടം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇതുപോലുള്ള മാനേജ്മെൻറ്റിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ താൽക്കാലികമായിട്ട് നിങ്ങൾ പ്രൊഡക്ഷനും നിങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ നിന്ന് പൈസ മേടിച്ചിട്ട് സാധനം കൊടുക്കുന്നത് നിർത്തി വെച്ചേ പറ്റുള്ളൂ. പിടികിട്ടിയോ? ഇപ്പം ഡെയിലി ഒരു 2-3 ഒക്കെ പോകുന്ന സ്ഥാപനങ്ങൾ മനസ്സിലാക്കാം, പിടികിട്ടാന്നല്ല, പിടികിട്ടും ആളുകൾക്ക്. കാരണം ഒരുപാട് ആളുകളൊന്നും കാണത്തില്ല അവിടെ, വളരെ 1-2 പേരൊക്കെ കാണത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളിടത്തൊക്കെ ഒരു ദിവസം ഡിലേ വന്നാലും ചിലപ്പം ആളുകളൊന്ന് ക്ഷമിച്ച് കളയും. ചിലപ്പോൾ കേട്ടോ, നാളെ കല്യാണം, ഇന്ന് സാധനം കിട്ടേണ്ട അവസ്ഥ, ഇന്ന് സാധനം കിട്ടാതെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കിട്ടുന്ന ആ പരിപാടിയാണെങ്കിൽ എവിടെയാണെങ്കിലും ആട്ട് കിട്ടും. മനസ്സിലായില്ലേ? പക്ഷെ ഇത് 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 ചെറിയൊരു കാര്യമല്ലല്ലോ അനിത ചേച്ചി നിങ്ങളുടെ മൂൺ ഗോഡസിൽ നടക്കുന്നത്. അപ്പം നിങ്ങൾ ഒരുപാട് ആളുകളെ, ചുമ്മാതല്ല ഇത്ര ആളുകൾ നിങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നത്, മനസ്സിലായില്ലേ? വീഡിയോ ആയിട്ടും കൺസ്യൂമർ കോർട്ടിലായിട്ടും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതിന് ശേഷം മാത്രം ആൾക്കാരിലേക്ക് സാധനം എത്തിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ആളുകളുടെ കാശ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ തീർത്ത് കഴിയുമ്പോഴേ ഇനി നമ്മൾ സാധനങ്ങൾ അങ്ങനെ ചെയ്യുക. അല്ലാതെ പൈസയും കൊടുക്കാതെ, അതിപ്പോൾ നിങ്ങളുടെ മാനേജ്മെൻറ്റിലെ ആൾക്കാരുടെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ മുന്നിട്ട് ഒരു 2 ദിവസം ഇരിക്കുക. ആരുടെ നിന്നൊക്കെ പൈസ മേടിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ സാധനം പോയിട്ടില്ല, ഇനി പോകാൻ താമസിക്കുമെങ്കിൽ ആ പൈസയൊക്കെ തിരിച്ചിട്ട് കൊടുക്കുക. വലിയ പണിയുള്ള കാര്യമല്ലല്ലോ. അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ വരുമ്പോഴാണ് ഇതുപോലെ കൺസ്യൂമർ കോടതിയിൽ നിന്നൊക്കെ 1000 കൊടുക്കേണ്ടടത്ത് 10,000 കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അങ്ങനെ ഇപ്പോൾ ആൾക്കാരെല്ലാം നിങ്ങൾക്കെതിരെ വരികയാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല, മൊത്തത്തിൽ മൂൺ ഗോഡസ് അങ്ങോട്ട് താഴത്തേക്ക് പോകും. എന്നിട്ട് മൂണിലേക്ക് അങ്ങ് ചന്ദ്രനിലേക്ക് പോകേണ്ട വരും. അല്ല, ഇപ്പം തന്നെ ചേച്ചി കയറി എയറിൽ അങ്ങോട്ടുള്ള യാത്രയല്ല. എന്താണെങ്കിലും വേറൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ ഇതും കൂടി ഒന്ന് കാണുക. എല്ലാവർക്കും നമസ്കാരം, ജോസ്മി ആട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നു മൂൺ ഗോഡസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് 4 മാസമായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളത് കാരണം പറഞ്ഞു. അപ്പൊ ആ ഒരു വീഡിയോന് താഴെ
ഒരുപാട് കമന്റ്സ് വന്ന് കിടക്കുന്നുണ്ട്. കാരണം കുറെ പേജുകൾ ഇങ്ങനെ മെൻഷൻ ചെയ്ത് ഈ പേജിൽ നിന്ന് വാങ്ങിയിട്ട് ഇത്ര നാൾ കൊണ്ട് കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈവൻ മൂൺഗോഡ്സ് തന്നെ ആയിട്ട് 1 വർഷമായി, 6 മാസമായി, 8 മാസമായി, 9 മാസമായി, ഇതുവരെ കിട്ടിയിട്ടില്ല. ചിലർ പേയ്മെന്റ് നടത്തി, പക്ഷെ അവരുടെ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു കമന്റ് ബോക്സിൽ വന്നിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അയ്യോ പറ്റിക്കപ്പെട്ടല്ലോ എന്ന് കരുതി നോക്കിയിരിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഈ ഒരു ഓൺലൈനായിട്ട് കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൺസ്യൂമർ കോർട്ടിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പേജ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫൈലിന്റെ ഫുൾ അഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടാവണം. അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ നമുക്ക് തന്നതോ നമ്മുടെ കയ്യിലുള്ളതോ ആയിട്ടുള്ള നമ്പറും ഇമെയിൽ ഐ ഡിയും നമ്മുടെ കയ്യിലുണ്ടാവണം. പിന്നെ ഓർഡർ ഐ ഡി ഉണ്ടാവുമല്ലോ, റെഫറൻസ് ഐ ഡി എന്നൊക്കെ പറയില്ല, ഓർഡർ ഐ ഡി, അത് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അതുപോലെ തന്നെ എത്ര രൂപയാണ് നമ്മൾ പേ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ടത്. ഇത്രയും ഡീറ്റെയിൽസ് കൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പം ഒരു ഓൺലൈനായിട്ട് കംപ്ലീറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ലാപ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഓർത്തത്, കുറെ ആൾക്കാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതൊന്ന് കാണിച്ചു തരണം എന്നുള്ളത്. കാരണം ഞാൻ തന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഓൺലൈനായിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കുറെ ആൾക്കാരാണ് ചോദിച്ചായിരുന്നല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയായിട്ട് ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഞാനിങ്ങനെ ഫോണിൽ ഞാനിങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. എത്രത്തോളം ക്ലിയർ ആയിരിക്കും എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും മനസ്സിലാകാൻ പാകത്തിനായിരിക്കും. ഏതായാലും എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എങ്ങനെയാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ആരും നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് മോശം പ്രൊഡക്റ്റ് ആണ് കൈ കിട്ടിയത്, റിട്ടേൺ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ റീഫണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് കൈ കിട്ടുന്നില്ല, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന്റെ സൊല്യൂഷൻ മാക്സിമം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പൈസ പോയല്ലോ ബോഡിയൊന്നും സങ്കടപ്പെട്ടൊന്നും വീട്ടിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഈ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അതിനുള്ള പരിഹാരം കിട്ടും. കുറച്ച് ഡിലേ എടുക്കുമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാ ഞാൻ കേൾപ്പിച്ചെന്നറിയാവോ? ഈ പൈസ പോയിട്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൺസ്യൂമർ കോടതിയിൽ പോവുക. പിടികിട്ടിയോ? നിങ്ങൾക്ക് പൈസ വേണം. നമ്മൾ 10 രൂപ ആയിക്കോട്ടെ 1 രൂപ ആയിക്കോട്ടെ എത്രയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, അങ്ങനെ വെറുതെ കളയേണ്ട കാര്യമൊന്നുമല്ല. അതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു തുണി കണ്ട്, ഒരു വസ്ത്രം കണ്ട് അത് മേടിക്കാൻ കൊടുത്ത പൈസയിലൊക്കെ പൈസ തിരിച്ചും ഇല്ല, സാധനവും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മളെ പൈസ ഒരിക്കലും മറന്നു കളയണ്ട. കൺസ്യൂമർ കോടതി പോവുക, തിരിച്ച് നഷ്ടപരിഹാരം ഉൾപ്പെടെ മേടിക്കുക. പിടികിട്ടിയോ? അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് കാണിച്ചു തന്നത്. പിന്നെ ഈ ഓൺലൈൻ ബൊട്ടീക്സ്, ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ നിങ്ങൾ മേടിക്കുമ്പോൾ മാക്സിമം, അല്ലെങ്കിൽ വിൽക്കുന്ന ആൾക്കാരോടാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ ഈ സാധനം അയച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോയും കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കസ്റ്റമറിനെ കൊണ്ട് പേ ചെയ്യിക്കുക. അതാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യമേ തന്നെ കസ്റ്റമറിൽ നിന്ന് പൈസ മേടിച്ച് ആ പരിപാടി നിർത്ത്. സാധനം പാക്ക് ചെയ്യുക, എന്നിട്ട് ഫോട്ടോ എടുത്ത് കസ്റ്റമറിന് ഇട്ട് കൊടുക്കുക. ഇനി അഥവാ അത് കഴിയുമ്പോഴത്തേക്ക് കസ്റ്റമറിന് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ സാധനം എടുത്ത് തിരിച്ചു വരാം, നിങ്ങൾക്ക് എടുത്ത് വെക്കാം, നിങ്ങൾക്ക് നഷ്ടമൊന്നും വരുന്നില്ല. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പൈസ മേടിക്കുക. പിടികിട്ടിയോ? പക്ഷേ സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഈ അയച്ചു കൊടുക്കാൻ വേണ്ടി ഈ സമയം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പം മൂൺഗോഡസ് അയച്ച് കൊടുക്കുന്ന കണക്ക് ഈ കൺസ്യൂമർ കോടതി കേസ് വരുമ്പോഴത്തേക്ക് നഷ്ടപരിഹാരം കൊടുക്കാനിരിക്കേണ്ട വരും. ഓക്കെ. പിന്നെ മാക്സിമം ഞാൻ ഈ ഓൺലൈൻ പ്രൊഡക്ട്സ് കൂടിപ്പോയ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ അവിടെ നിന്നൊക്കെ എടുക്കാറുള്ളൂ. അല്ലാതെ ഇതുവരെയായിട്ടും ഇതുപോലുള്ള മെൻസിനും ഉണ്ടല്ലോ ഇതേപോലത്തെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കുറേ നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി കാണും. നല്ല ഡ്രസ്സായിരിക്കും, പക്ഷെ മേടിക്കാൻ പോകത്തില്ല. കാരണം കിട്ടുമോ ഇല്ലയോ, ഈ വരുന്ന സാധനം എങ്ങനെ ഒന്നും നമുക്കറിയത്തില്ല. മിക്കതിനും അപ്പം തന്നെ ക്യാഷും കൊടുക്കണം. ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും കാണത്തില്ല. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്ത പരിപാടിക്ക് ഞാൻ കൂടുതൽ നിൽക്കാറില്ല. ഞാനത് റെക്കമെൻഡ് ചെയ്യുള്ളൂ, പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. ഇനി എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയാൽ കൺസ്യൂമർ കോടതി മറക്കാതിരിക്കുക. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.